എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ആ ശുഭവാർത്ത അവരിൽ നിന്നും നിങ്ങൾ ഉടൻ അറിയുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ അക്കത്തിലേക്ക് പോകാം. 874 എന്ന അക്കം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് നാം ആദ്യം പോകുന്നത്. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ശുഭവാർത്ത അവരിൽ നിന്നും നിങ്ങൾ ഉടൻ അറിയും എന്ന് തന്നെയാണ് നാം നോക്കുന്നത്. 874 എന്ന ഈ അക്കം പൈലായി സ്വീകരിച്ച റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള ബന്ധങ്ങളിലെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഹൃദയതുല്യം സ്നേഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ജീവനേക്കാൾ ആ വ്യക്തിയുടെ ജീവിതത്തിന് നിങ്ങൾ വില നൽകുന്നുണ്ട്. എപ്പോഴും ആ വ്യക്തിയെ കാണാനും ആ വ്യക്തിക്കൊപ്പം സമയം ചെലവഴിക്കാനൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം മാനസികമായി അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്നും സ്നേഹം എത്ര കിട്ടിയാലും നിങ്ങൾക്ക് മതിയാകുന്നില്ല. നിങ്ങളെപ്പോഴും ആ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി ആ വ്യക്തിയുടെ പുറകെ നടന്നിട്ടുണ്ട്. എത്ര ആ വ്യക്തി സ്നേഹിച്ചാലും നിങ്ങൾക്ക് മതിയാകുന്നില്ല. നിങ്ങൾ പരാതി എപ്പോഴും നിങ്ങൾക്ക് അക്കാര്യത്തിലുണ്ട്. തന്നെ മൈൻഡ് ചെയ്യുന്നില്ല, തന്നെ പരിഗണിക്കുന്നില്ല എന്നിത്യാദിയുള്ള ഒരുപാട് പരാതികൾ എപ്പോഴും നിങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ പോലും മനസ്സ് നിറഞ്ഞ് സ്നേഹം ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വാദം. പലപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ ചിന്തയ്ക്കൊപ്പം ഉയർന്നിട്ടുമില്ല. ആ വ്യക്തി ഒരുപാട് വിജയങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കണം, ആ വ്യക്തി തന്നോടൊപ്പം ഉണ്ടാകണമൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. പക്ഷെ അതൊന്നും പല കാര്യങ്ങളും നിങ്ങൾ ആ വ്യക്തിയുടെ നിലനിൽപ്പിനും നിങ്ങളുടെ നിലനിൽപ്പിനും നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടത്തിനൊക്കെ വേണ്ടി ചില കാര്യങ്ങൾ കുറേ കാലമായി നിങ്ങൾ ആ വ്യക്തിയോട് പറയുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി അതൊന്നും അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തി സന്തോഷപൂർവ്വം ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് തന്നെ അത്ഭുതം ഉണ്ടാവും, എന്താണ് ഈ മാറ്റത്തിന് പ്രസക്തി എന്നുള്ളത്. ചില ആളുകളുമായിട്ടുള്ള ആ വ്യക്തിയുടെ ബന്ധം നിങ്ങളുടെ തന്നെ ബന്ധത്തിനെ തകർച്ച വരുത്താൻ കാരണമായിട്ടുണ്ട്. അത് പലപ്പോഴും വിലക്കിയിട്ടും ആ വ്യക്തി അത് കേട്ടിരുന്നില്ല. പക്ഷെ നിങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തിയുടെ നല്ല തീരുമാനങ്ങളുണ്ടാവും. നിങ്ങളേറ്റവും കൂടുതൽ അത് സന്തോഷിപ്പിക്കുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യും. അടുത്തതായി രണ്ടാമത്തെ പൈൽ സ്വീകരിച്ച ഒരു റീഡിങ്ങാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമെന്നോ നിങ്ങളെ അംഗീകരിക്കുമെന്നോ ഒരു പ്രതീക്ഷയും നിങ്ങൾക്ക് ഇപ്പോഴും ഇല്ല, മുമ്പും ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാകുകയില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. കാരണം ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നവർ തന്നെ നിരവധി ഉണ്ടാകും. അതിലേറ്റവും മൂല്യം കുറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. സ്നേഹമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് ആ വ്യക്തിയെ ആഗ്രഹിക്കുക പോലും നിങ്ങൾ ചെയ്തില്ല. കാരണം ഞാൻ എത്ര ആഗ്രഹിച്ചാലും എനിക്ക് ആ വ്യക്തിയെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ചിന്തയിലാണ് നിങ്ങളുണ്ടായിരുന്നത്. മറ്റു ഘടകങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ ആ വ്യക്തിയെ ആഗ്രഹിച്ച് മുന്നിലുള്ള ആളുകൾ ആ വ്യക്തിയെ ലഭിക്കാനായി കച്ചകെട്ടി നടക്കുന്ന ആളുകൾ, അവർക്ക് മുമ്പിൽ തനിക്ക് യാതൊരു പ്രത്യേകതയുമില്ല എന്ന തീരുമാനത്തിലും നിഗമനത്തിലും മുന്നോട്ട് പോകുമെന്നാണ് കരുതിയത്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഒരുപാട് പ്രശ്നങ്ങളിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയുമാണ് നിങ്ങൾ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും, അതിനുള്ള സാധ്യത കുറവാണ് എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചിരിക്കാം ആ വ്യക്തിയെ തനിക്ക് ലഭിച്ചിരുന്നെങ്കിലെന്ന്, അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരിക്കാം എന്നെങ്കിലും ആരെങ്കിലും എന്നെ സ്നേഹിക്കാൻ വരുന്നെങ്കിൽ
ആരെങ്കിലും എന്നെ മനസ്സിലാക്കാൻ വരുന്നെങ്കിൽ അത് ആ വ്യക്തി തന്നെ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കാം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഏറ്റവും ഫിനിഷിംഗ് പോയിന്റിൽ എല്ലാവരെയും അസൂയപ്പെടുത്തിക്കൊണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയും അങ്ങനെ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾക്ക് ആ മഹാസൗഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നു. ഇതിനുവേണ്ടി കച്ചകെട്ടി നടന്ന ആളുകൾ, ഒരുപാട് സാധ്യതകളുണ്ടെന്ന് കൽപ്പിക്കപ്പെട്ടവർ, അവരെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ആ യഥാർത്ഥ സൗഭാഗ്യം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. പക്ഷെ അതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പോലും ഇപ്പോൾ അതേക്കുറിച്ച് വിശ്വസിക്കണമെന്നില്ല. പക്ഷെ അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. വളരെ പ്രതീക്ഷയോടെ ഉറപ്പിച്ചു നിന്നവരെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളതിൽ വിജയിക്കുകയും ആ വ്യക്തിയുടെ നൽകുന്ന ശുഭവാർത്ത നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.